ലഗ്നരാശി ഈ പറയുന്ന രീതിയിൽ ദീർഘരാശിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്ക് ഹൈറ്റ് കൂടുതലുണ്ടെന്ന് പറയും. ആ സമയത്ത് ലഗ്നരാശി ഒരു ഹ്രസ്വരാശിയാണ് എങ്കിൽ ഹൈറ്റ് അത്രയും ഇല്ലെന്ന് പറയും. അതുമാതിരി തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം രാഹുവാണെങ്കിൽ അയാൾക്ക് ഹൈറ്റ് ഉണ്ടെന്ന് പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ഭാവം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് 25ഓളം വർഷത്തിന് മേളിലായി ജ്യോതിഷം കൈകാര്യം ചെയ്യുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിരുന്ന ജെയിംസ് പോൾ സാറാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത്. ജെയിംസ് പോൾ സാർ, വെൽക്കം ടു ABC മീഡിയ. സാർ, ഈ ഒന്നാം ഭാവം എന്തിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? സാധാരണപ്പെട്ട ഒരാൾ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഓരോ ഭാവങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ ഇതിപ്പോൾ ഒന്നാം ഭാവം വ്യക്തിത്വം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പറയുന്നുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? അല്ല, അതിനകത്ത് ഈ പറഞ്ഞ മറ്റേ ഒന്നാം ഭാവത്തെ പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ശ്രേയസ് യശസ് വപുസ് എന്നൊക്കെ പറഞ്ഞാണ് പുസ്തകങ്ങളിൽ കാണുന്നത്. നമ്മൾ അതിനകത്ത് അതിനേക്കാളുപരി ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഈ വ്യക്തി അതിൽ ജ്യോതിഷം കൊണ്ട് പറയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതിൽ പറയാമില്ലെങ്കിൽ പറയാണ് പ്രധാനപ്പെട്ട പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം. അതിൽ ജ്യോതിഷത്തിൻ്റെ വ്യക്തിത്വമായിട്ടുള്ള വാക്കുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ജ്യോതിഷം കൊണ്ട് പറയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. അത് ഈ എല്ലാ ലോകത്തെ സർവ്വ വിഷയങ്ങളും ഈ 12 ഭാവം കൊണ്ട് പറയേണ്ടതാണ്. അതിൽ ഒരാളുടെ വ്യക്തിത്വം പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു ഭാവമാണ് ഈ ഒന്നാം ഭാവം അല്ലെങ്കിൽ ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബലാബലത്തെ ആശ്രയിച്ചായിരിക്കും അയാളുടെ വ്യക്തിത്വം നിലകൊള്ളും. സ്വാഭാവികമായിട്ടും അതിൽ നമ്മുടെ കൃത്യത ഒരാൾക്ക് കൃത്യത പാലിക്കാൻ എത്രമാത്രം കഴിയും എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ മറ്റേ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം ശനിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ താമസിക്കാനുള്ള സാധ്യതയുണ്ട്. താമസിക്കുക എന്നുള്ളതല്ല, വൈകി വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ പറയണ സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് കാണാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കാണുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും. അത്തരത്തിലൊക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ. അപ്പോൾ അത് ഇതിൻ്റെ പിന്നെ ഈ ലഗ്നം കൊണ്ട് പ്രധാനമായിട്ടും അധികം കാര്യം പറയുന്നുണ്ട് പുസ്തകങ്ങളിൽ. ജയം എന്നൊക്കെ ഒറ്റ വാക്ക് പറയുന്നുണ്ടെങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഭവമാണ് ഈ ജയം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷകളിൽ ജയം പറ്റി ചിന്തിക്കുമ്പോൾ ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും ലഗ്നത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ശുഭാശുഭത്വങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജയത്തെ പറയാം. അപ്പോൾ ഈ ഒന്നാം ഭാവത്തിൽ മെയിനായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാം ഭാവം നോക്കുന്ന സമയത്ത്? എങ്ങനെ ഈ ഒന്നാം ഭാവം നമ്മൾ നോക്കില്ലേ? ഒന്നാം ഭാവം നോക്കുമ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ശുഭാശുഭങ്ങൾ നിർണ്ണയിക്കാനുള്ള ഘടകങ്ങൾ? അതെ. അതിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഏതൊരു വിഷയം ചിന്തിക്കുമ്പോഴും പൊതുവെ പറയുന്നത് പാവം, ഭാവാധിപൻ, കാരകൻ എന്നാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്ക്. എപ്പോഴും നമ്മൾ ഈ അതിൻ്റെ ഒരു പ്രാസരൂപത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് സാധാരണഗതിയിൽ എന്തിലും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഭാവം, ഭാവാധിപൻ, കാരകൻ എന്ന് പറയുമെങ്കിൽ പ്രധാനമായിട്ടും ഭാവത്തേക്കാൾ ഉപരി ഭാവാധിപനാണ് പ്രധാനം. ഈ ഭാവം, ഭാവാധിപൻ, കാരകൻ എന്നുള്ള ഈ 3 വിഷയങ്ങളിൽ ഭാവാധിപനാണ് പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാവത്തിന്, പിന്നെ കാരകന്. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവത്തിൽ ആര് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അധികം ചിന്തിക്കുന്നത്. ഭാവത്തിൽ ആര് നിൽക്കുന്നു, ഭാവകാരകനെയാണ് പിന്നെ പക്ഷേ ഏറ്റവും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവാധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ ഭാവാധിപൻ്റെ ശുഭാശുഭങ്ങളാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഭാവാധിപൻ ഈ പറയുന്ന രീതിയിൽ പാപഗ്രഹം, ഭാവാധിപൻ പാപഗ്രഹമാണ് എങ്കിൽ ഈ 3, 6, 11 ആണ് പറയും. പക്ഷെ 6, 3, 11, 6 അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് ഏറ്റവും നല്ലത് 3, അത് കഴിഞ്ഞാൽ 11, അത് കഴിഞ്ഞാൽ 6. അത് 6 അതിൻ്റെ ഒരു മൂന്നാമതായിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ 6 പൂർണ്ണമല്ല എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഈ സാധാരണ ഒരു ജാതകൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഒന്നാം ഭാവം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഘടന അല്ലെങ്കിൽ ആകാര രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ്? ഒന്നാം ഭാവം നോക്കുമ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ശരീരഘടന. അതെ. ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനാണ് സാറിൻ്റെ അടുത്ത് വരുന്നത്, എൻ്റെ ജാതകമല്ല വേറൊരാളുടെ ജാതകം കൊണ്ടുവരുന്നത്. സാറിന് എന്നിലേക്ക് ഒന്നാം ഭാവം നോക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും ഈ ലഗ്നരാശി ഈ പറയുന്ന രീതിയിൽ ദീർഘരാശിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്ക് ഹൈറ്റ് കൂടുതലുണ്ടെന്ന് പറയും. ആ സമയത്ത് ലഗ്നരാശി ഒരു ഹ്രസ്വരാശിയാണ് എങ്കിൽ ഹൈറ്റ് അത്രയും ഇല്ലെന്ന് പറയും. അതുമാതിരി തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം രാഹുവാണെങ്കിൽ
അയാൾക്ക് ഹൈറ്റ് ഉണ്ടെന്ന് പറയാം. ആ ആ ആ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പൊതുവെ രാഹുവിനെ കൊണ്ട് സർപ്പങ്ങളെ ചിന്തിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർപ്പങ്ങൾ വണ്ണം കുറഞ്ഞ് നീണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രാഹു നിൽക്കുകയാണെങ്കിൽ അയാൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് പൊക്കം കൂടിയുള്ള ആളായിരിക്കും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം കുലം ദേശം അത് കഴിഞ്ഞിട്ടേ ശാസ്ത്രമുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കണം. അതായത് പൊക്കം കുറഞ്ഞവരുടെ ഫാമിലിയിൽ ജനിക്കുന്ന ഒരാൾക്ക് ഉള്ള സ്വാഭാവികമായും ഉണ്ടാവുന്ന പൊക്കത്തേക്കാൾ ഇദ്ദേഹത്തിന് കൂടിയിരിക്കും എന്ന് ഇതിനർത്ഥവും. അല്ലാതെ ഓക്കെ, ഒന്നാം ഭാവം സാർ പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ടില്ല. ഇപ്പൊ രണ്ടാം ഭാവമാണ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും രണ്ടാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാക്ക്, ധനം, കുടുംബം, ഇതാണ് പ്രധാനമായിട്ടും രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിൽ പിന്നെ അതും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം രണ്ടൊരു വിഭാഗസ്ഥാനമാണ്. ഓ ഓ ഓ ഓ കാരണം ഈ പറയുന്ന രീതിയിൽ ഈ വിശേഷിച്ച് സ്ത്രീകളുടെ വിഷയത്തിലാവുമ്പോൾ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ ഈ മംഗല്യസ്ഥാനം ആയ 8ലേക്ക് ദൃഷ്ടി ചെയ്യുമല്ലോ ഈ പറയുന്ന രീതിയിൽ 2ൽ നിൽക്കുന്ന പാപനാണെങ്കിലും ശുഭനാണെങ്കിലും. അപ്പോൾ 2 ആ വിഷയത്തിൽ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. തന്നെയല്ല, വാക്ക്, ധനം, കുടുംബം എന്ന് പറയുമ്പോൾ അതിലെ കുടുംബം താൻ ഭരിക്കുന്ന കുടുംബമാണ്, താൻ ജനിച്ച കുടുംബമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, താൻ ഭരിക്കുന്ന കുടുംബം. അപ്പോൾ സ്വാഭാവികമായിട്ടും താൻ ഭരിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ രണ്ടാം ഭാവത്തിന് ശുഭസംബന്ധങ്ങൾ ഉണ്ടാവണം. ഈ ധനത്തിന്റെ മെയിൻ വരവും സോഴ്സും അറിയാൻ പറ്റുന്ന രണ്ടാം ഭാവം കൊണ്ടല്ല, അവിടെയാണ് പെസക് പറ്റിയത്. ഓക്കെ, ഇത് ധനത്തിന്റെ നീക്കിയിരിപ്പിനെ പറ്റി ചിന്തിക്കുന്ന ഭാവമാണ് 2. വരവ് 11. ഓക്കെ. രണ്ടാം ഭാവം എന്ന് ധനത്തെ പറ്റി പറയുമെങ്കിൽ ധനം എന്ന് പറയുമെങ്കിൽ പോലും നീക്കിയിരിപ്പ് 2ഉം ഈ പറയുന്നത് വരവ് 11. ശരി, തമ്മിൽ വ്യത്യാസമുണ്ട്. നീക്കിയിരിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഉള്ള പൈസ. അത് ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ മറ്റേ പൈസ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ മറ്റ് മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയും. ഒരു പരിധി ഭൂമിയാവണമെങ്കിൽ 4ഉമായിട്ടും കൂടി ബന്ധപ്പെടണം. ശരി, എന്നാലും വേണ്ട ഏതെങ്കിലും ബാക്കി മെറ്റീരിയൽസ്. ശരി ശരി. ഈ മൂന്നാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സാർ? മൂന്നാം ഭാവം പ്രധാനമായി പറയുന്നത് ഈ പറഞ്ഞത് സഹോദരന്മാരെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ഈ പ്രധാനമായിട്ടും ഈ പറഞ്ഞ സഹോദരന്മാരെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. എന്നാലും അതിനകത്ത് വരുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന രീതിയിൽ മറ്റേ ധൈര്യം, അല്ല മറ്റേ വിക്രമം. മൂന്നാം ഭാവം വിക്രമസ്ഥാനം എന്നും കൂടി പറയുമല്ലോ. അപ്പോൾ ഒരാളുടെ മറ്റേ ധൈര്യം ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം 3 കൊണ്ട് കൂടി എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അതുപോലെ ഈ സഹോദര ഭാഗ്യമുണ്ടോ, അല്ലെങ്കിൽ സഹോദരൻ നമ്മുടെ കൂടെയാണോ, അല്ലെങ്കിൽ സഹോദരി ഭാഗ്യമുണ്ടോ, ഇത് ഈ 3ാം സ്ഥാനം കൊണ്ട് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് നമ്മൾ ആദ്യം പറഞ്ഞ കൂടുതൽ ഭാവം, ഭാവാധിപൻ, കാരകൻ ആ വിഷയത്തിൽ നോക്കുമ്പോൾ 3ാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, അതിൻ്റെ ശുഭാശുഭ സംബന്ധങ്ങൾ ആശ്രയിച്ചിരിക്കും ഈ സഹോദരന്മാരുള്ള നമ്മുടെ അല്ലെങ്കിൽ സഹോദരന്മാർ നമ്മളോടുള്ള അടുപ്പവും കാര്യങ്ങളും ഒക്കെ. ശരി. പിന്നെ മറ്റൊന്ന് വെച്ചാൽ 3ാം ഭാവാധിപൻ ഈ പറയുന്ന രീതിയിൽ 3ലേക്ക് നോക്കുകയാണ് എങ്കിൽ ഈ സഹോദരന്മാർ, അപ്പോൾ 3ാം ഭാവത്തിന് ബലം കിട്ടി. ഏതാ? ഭാവാധിപൻ നോക്കുമ്പോഴാണ് ഭാവത്തിന് ബലം കിട്ടുന്നത്. ഭാവത്തിന് ബലം കിട്ടുന്ന മറ്റ് വേറെ ഘടകങ്ങളുണ്ട്. ഭാവാധിപൻ നോക്കുമ്പോൾ ഭാവത്തിന് ബലം കിട്ടുവാണ് എങ്കിൽ ആ സഹോദരന്മാർ കമ്പാരിറ്റീവ്ലി ഈ ജാതകനേക്കാൾ പ്രബലന്മാരായിരിക്കും. കാരണം ബാഹ്യ മറ്റേ ഈ ലഗ്നം ആഭ്യന്തരം, അല്ല ബാഹ്യം ആഭ്യന്തരം, അങ്ങനെ ഒരു തിരിവുണ്ടല്ലോ. അതിൽ ഈ പറയുന്ന രീതിയിൽ ഈ ബാഹ്യഭാവത്തെ ഭാവാധിപൻ ബാഹ്യം ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ ഘടകമാണ്. എന്തായാലും സന്തോഷം. ഈ 1ഉം 2ഉം 3ഉം ഭാവങ്ങളിൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ സാർ കൊടുത്തു. സാറിന് മെജോറിറ്റി ആൾക്കാർക്ക് അറിയാനുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.